പതിവ് പോലെ ഇന്നും എൻ്റെ ഗ്രാമത്തിലൂടെ ഒരു മോർണിംഗ് വാക്കിനായി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ്. പിന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം ഞങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചു, കുറച്ച് ചിരിച്ചു. പ്രിയപ്പെട്ടവരുടെ ചിരിയോടെയാകുമ്പോൾ ആ ദിവസത്തിന് ഭംഗി കൂടുമല്ലോ. അവനോട് യാത്ര പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ നടത്തം തുടരുകയാണ്. ഇലത്തുമ്പുകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ വെള്ളിത്തുട്ടുകൾ പോലെ തിളങ്ങുന്നുണ്ട്. നഗരത്തിലെ തിരക്കുകളോ ബഹളങ്ങളോ ഇല്ലാത്ത തികച്ചും ശാന്തമായ എൻ്റെ ഗ്രാമം. അങ്ങനെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാം ഒത്തുചേരൽ കേന്ദ്രമായ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കടയിലേക്ക് എൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. നോക്കിയപ്പോൾ ദാ അവിടെ നിൽക്കുന്നു 2 കുട്ടിപ്പട്ടാളങ്ങൾ. എൻ്റെ അനിയൻ്റെ മകളുടെ മക്കളാണ്. ഈ പുലർക്കാലത്ത് തന്നെ മിഠായി വാങ്ങാനുള്ള തിരക്കിലാണ് കക്ഷികൾ. അപ്രതീക്ഷിതമായി എന്നെ കണ്ടപ്പോൾ അവരുടെ മുഖത്തൊരു അത്ഭുതവും ചിരിയും. പിന്നെ കുറച്ചു നേരം ആ കുരുന്നുകളോട് കുശലം പറച്ചിലായി. അവരുടെ ആ നിഷ്കളങ്കമായ ചിരിയും സംസാരവും കേട്ടപ്പോൾ പ്രഭാതത്തിന് മാറ്റുകൂടിയതുപോലെ തോന്നി. അവരോടും യാത്ര പറഞ്ഞ് ആ കുഞ്ഞു വിശേഷങ്ങളുടെ സന്തോഷവും മനസ്സിൽ നിറച്ചുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ ഗ്രാമക്കാഴ്ചകളിലേക്ക് ചുവടുകൾ വയ്ക്കുകയാണ്. ഒപ്പം എനിക്ക് കൂട്ടായി എൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ട സ്കൂബിയുമുണ്ട്. വഴിയോരങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ നാട്ടുപൂക്കൾ, പ്രകൃതി ഒരുക്കിയ ഈ ദൃശ്യവിരുന്ന് കാണുമ്പോൾ മനസ്സ് നിറയും. പ്ലാവിൽ നിറയെ കാഴ്ച നിൽക്കുന്ന ചക്കകൾ, ഗ്രാമത്തിൻ്റെ സമൃദ്ധിയും നന്മയും വിളിച്ചോതുന്ന കാഴ്ചകൾ തന്നെയാണിത്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര മനോഹരമാണ് എൻ്റെ ഗ്രാമം. അതുകൊണ്ട് ഇനിയുള്ള കാഴ്ചകൾ വരികളിൽ ഒതുക്കാതെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ സമർപ്പിക്കുകയാണ്. ഈ മനോഹരമായ ഗ്രാമത്തിൻ്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ആരും മറക്കരുത്. കാഴ്ചകൾ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ അത് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക്.